ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു നാൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പം ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം. അത് ഈസ്റ്റ് നമുക്ക് കലക്കി വെക്കാനായിട്ട്. പിന്നെ ഒരു 2.5 തൊട്ട് 3 കപ്പ് വരെ മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുഴയ്ക്കുന്ന അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്, 1/4 കപ്പ് ഒലിവ് ഓയിൽ, തൈര് ഒരു 1/3 കപ്പ്, ഒരു മുട്ട. ഇത്രയും കൊണ്ടാണ് നമ്മൾ നല്ല ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാൻ, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സായിട്ട് നമുക്ക് ഈ പഞ്ചസാരയും ഈസ്റ്റും ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങാൻ വെക്കണം. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പൊങ്ങിക്കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ ഈസ്റ്റും പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ആ ഈസ്റ്റൊന്നും ഇല്ല, നല്ല ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ പൊങ്ങാനായിട്ട് നമുക്കൊന്ന് അനുവദിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉള്ള പ്രോസസ്സ് പൊങ്ങി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നാനിലുള്ള ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിൽ തൈരും ഒലിവ് ഓയിലും മുട്ടയും ഇട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. നല്ലതായിട്ട് വിസ്ക് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തോട്ട് ഈസ്റ്റ് മിക്സ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് മാവിൽ ഒഴിച്ച് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കട്ടെ. ഞാൻ എല്ലായിടത്തോട്ടും മിക്സ് ചെയ്ത് ആക്കണം. ഇപ്പം നാനിന് കുഴയ്ക്കാനായിട്ട് നമ്മുടെ ഈസ്റ്റ് റെഡിയാണ്. ഇതെല്ലാം ഈസ്റ്റൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 കപ്പ് വെച്ചിരുന്നാൽ മതി. ബാക്കി നമുക്ക് 1 കപ്പ് ഇപ്പം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അത് നമ്മൾ കുഴയ്ക്കുന്ന അനുസരിച്ചിട്ട് പിന്നെ കുറേശ്ശെ ആഡ് ചെയ്തെടുക്കാനാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 1 കപ്പ് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിനകത്തൊരു നടുക്കൊരു സ്പേസ് ഉണ്ടാക്കുക. ആ സ്പേസ് ഉണ്ടാക്കിയതിനകത്തോട്ട് നമുക്ക് നേരത്തെ ഞാനിവിടെ മുട്ടയും ഒലിവ് ഓയിലും തൈരും യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ ഈസ്റ്റ് മിക്സ്ചറും കൂടെ യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെല്ലിനകത്തോട്ട്, അതായത് ഈ കുഴിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കൈ കൊണ്ട് ചെയ്യാം. ഇതെല്ലാം വടിച്ചിട്ടിട്ട് കൈ കൊണ്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈസ്റ്റ് മിക്സ് ചെയ്തതിനകത്ത് ഒന്നും നഷ്ടപ്പെടുത്താതെ ആ ഈസ്റ്റ് ഫുള്ള് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. അതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ബാക്കി മാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 1 കപ്പ് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള നാൻ നിങ്ങൾക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. പിള്ളേർക്ക് ഇഷ്ടമാവും. കുറച്ചത് ചുട്ട് കഴിഞ്ഞിട്ട് മുകളിൽ ഇച്ചിരി ഗീയും ബട്ടറും ഒക്കെ ഇട്ട് കൊടുത്താൽ പിള്ളേർക്ക് നല്ല ഹെൽത്തിയുമാണ്. ഒലിവ് ഓയിലാണ് നമ്മൾ ഈ നാൻ ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേകതയാണ് ഈ നാനിൻ്റെ. പക്ഷെ നല്ല സോഫ്റ്റ് നാനായിരിക്കും. ഇനിയിപ്പം ഞാൻ ബാക്കി പൊടികളും കുറേശ്ശെ ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമാതിരി ഒന്ന് ബോളായി കഴിയുമ്പോൾ ഞാൻ ഈ ടേബിൾ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കും. എന്നാലേ അത് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് ആവുന്നവരെ ഞാനൊന്ന് കുഴയ്ക്കട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ കുറേശ്ശെ മാവ് ചേർത്ത് കുഴയ്ക്കുക. ഇതിന് ആവശ്യത്തിന് ഇത്രയും വെള്ളം മതി, വേറെ അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഇത് കുഴയാനായിട്ട് ആവശ്യത്തിനുള്ള മാവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് മതിയെന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കട്ടെ എന്തായാലും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 8 നാനിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ അളവിലെടുത്താൽ. നന്നായിട്ട് കുഴച്ച് അതിനെ യോജിപ്പിച്ചെടുക്കാം.
ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ആഡ് ചെയ്തു. അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. നമുക്ക് മാവ് കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പുറത്ത് കൂടുതൽ ഇരിപ്പുണ്ട് താനും. അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് ഉണ്ടോ, ഇനിയും മാവ് നമുക്കിവിടെ അധികം ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം. എന്നാലാണ് ആ കറക്റ്റ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നാൻ കിട്ടുള്ളൂ. അത് തൈരിലെ വെള്ളം അതൊക്കെ അനുസരിച്ചിരിക്കും. ഇനി നന്നായിട്ട് കുഴച്ച്, ഇത് മതി, എല്ലാം കറക്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ, സോഫ്റ്റാക്കി എടുക്കട്ടെ. ഞാനിപ്പോൾ ടേബിൾ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കുഴച്ചുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങോട്ട് ഇട്ടു. കുറച്ച് പൊടിയും ബാക്കിയുണ്ട്, അതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കൈ വെച്ച് ടേബിൾ ടോപ്പിൽ വെച്ച് നല്ല ഇതാവുമ്പോൾ നല്ലതായിട്ട് ആ മിക്സായി ബ്ലെൻഡായി കിട്ടിക്കോളും. കണ്ടോ, ഇപ്പോൾ ആ പൊടിയൊന്നും കാണുന്നില്ല. നോക്ക്, നേരത്തെ എക്സ്ട്രാ പൊടി ഉണ്ടായിരുന്നതെല്ലാം പോയി. 2 കൈ കൊണ്ടും. ഇപ്പം ടേബിൾ ടോപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പാത്രത്തിൽ വെച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ടേബിൾ ടോപ്പ് ക്ലീൻ ഉള്ളവരുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തോട്ടും എല്ലാം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. അത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും മാവ്. ഇനി ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നല്ലൊരു ബോളായിട്ട് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ ക്രാക്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കുഴച്ച് കഴിയുമ്പോൾ നല്ല ഒരു ബോളാക്കി നമുക്ക് എടുക്കാം. ഇപ്പം നല്ല ഒരു ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ. ഇനി ഇതിനെ നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പൊങ്ങി കിട്ടാനായിട്ട്. ആ ഈസ്റ്റ് ഇതിൻ്റെ ഒന്ന് പൊങ്ങി വരണം. അതുവരെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ ബോൾ വെച്ചിട്ട് മാവിൻ്റെ ഡൗ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് 1 അവർ വെയിറ്റ് ചെയ്യാം. ഞാൻ നാനിൻ്റെ ബാറ്ററിനെ ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. നനഞ്ഞ തുണി എടുത്തു, അത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചു. ആ മാവ് പൊങ്ങിയതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് 8 നാൻ ഉണ്ടാക്കാനായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു റൗണ്ട് ആക്കിയിട്ട് നമുക്കതിനെ നേരെ ഹാഫ് ആക്കുക കത്തി വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഹാഫ് ആക്കുക. ഏകദേശം ഒരു നമുക്ക് ഈക്വൽ പോർഷനായിട്ട് കിട്ടും. ഇങ്ങനെ ആക്കുക, പിന്നെ ഇങ്ങനെ ആക്കുക. അങ്ങനെ നമുക്ക് 8 നാൻ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായി. എന്നിട്ട് ഇതിൽ ഓരോ പോർഷൻ എടുത്തിട്ട് ഞാനത് പരത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓരോന്നിനും ഓരോ ബോൾസ് ആക്കുക, നമുക്ക് പരത്തി ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നാൻ ഉണ്ടാക്കാനായിട്ട്. ഓരോ നേരത്തെ കട്ട് ചെയ്ത 8 പീസസിൽ ഒരു പീസ് എടുത്ത് ബോളാക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തുക. നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ചുട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. അതിന് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ച് അതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി അടുപ്പൊന്ന് ചൂടാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പരത്തുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ പോലെ തന്നെയാണ് പരത്തുന്നത്. നാൻ ഷേപ്പിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വീയിൽ ഞാൻ അടുത്ത ഒരെണ്ണം പരത്തി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ് പരത്തുന്നത്. ഇനി അടുപ്പൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനകത്തിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പം ആ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ നാൻ ഒരെണ്ണം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ ഒരെണ്ണം ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഒന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്താൻ നോക്കുക. അപ്പോൾ നമുക്ക് നാനിൻ്റെ ഷേപ്പ് കിട്ടുകയും ചെയ്യും. കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. കുറച്ച് കട്ടി ഉള്ളതാണ് നാനിന് നല്ലത്, ഒത്തിരി തിന്നാക്കി എടുക്കണ്ട. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, മറിച്ചിട്ട് നോക്കാം. നല്ല കോംപ്ലയായിട്ട് ഇങ്ങനെ വരും.
അപ്പോൾ അതേ ഞാൻ ഒരു നാൻ ചുടാനിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ടു കണ്ടോ. അപ്പോൾ നല്ല ബ്രൗൺ ആയത് കൊമളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇത് മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുക്കാകുമ്പോഴത്തേക്ക് ഞാൻ അടുത്തത് ഒന്ന് പരത്തിയെടുക്കട്ടെ. ഞാനങ്ങനെ നാൻ്റെ ഷേപ്പിലല്ല ഉണ്ടാക്കുന്നത്, റൗണ്ടായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ സ്ക്വയറായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ആ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ നാനും ചുട്ടെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് മല്ലിയില ഇട്ടെടുത്താൽ നമ്മുടെ നാൻ റെഡിയാവും. ഇപ്പം ഞാൻ ഒരു നാനും കൂടെ അടുപ്പത്തോട്ട് ഇട്ടു കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു നാൻ ഇവിടെ ഞാൻ പരത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഒരെണ്ണം ഇടുമ്പോൾ ഒരെണ്ണം പരത്തുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കുക. അത് വേറൊന്നുമില്ല, നമ്മളതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യുടെ മുകളിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്ത് ഇടുമ്പോൾ ആ നെയ്യിൽ അതങ്ങ് ഒട്ടി അതൊന്ന് പിടിച്ചിരുന്നോളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് സെസമി സീഡ്സൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ സെസമി സീഡ്സ് ഇട്ട് നമ്മളത് കുക്ക് ചെയ്യണം, അല്ലാതെ പച്ചയായിട്ട് ഇടാൻ പറ്റില്ല. കൊറിയാൻഡർ ലീവ്സ് നമുക്ക് പച്ചയായിട്ട് അത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതും ഓൾമോസ്റ്റ് ഞാൻ പരത്തി കഴിഞ്ഞു. അത് നമുക്കിപ്പോൾ ഒന്ന് മറിച്ചിടാറായിട്ടുണ്ട്. ഈ നാനിനൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അതനുസരിച്ച് രണ്ട് സൈഡും നല്ല ബ്രൗൺ ആവുന്ന വരെ ഉണ്ടാക്കിയെടുക്കും. ഞാനിപ്പോൾ ഒരു നാൻ തിരിച്ചിട്ടു. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് സൈഡ് നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. തിരിച്ചിട്ട് നോക്കട്ടെ ആവശ്യമായിട്ടുണ്ടോയെന്ന്. കണ്ടോ, നമ്മുടെ ഒരു നാനും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെ ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതി, അപ്പോഴേക്കും ഇത് കുക്കായിക്കോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ നന്നായിരുന്നേ. ഇനി അടുത്ത നാൻ ഇടാൻ പോകും. ഇങ്ങനെ നമുക്ക് എല്ലാ നാനും ഉണ്ടാക്കിയെടുക്കാം.